ഈ മൂവി ഞാൻ രണ്ടാം പ്രാവശ്യമാണ് കാണുന്നത്. ആദ്യം സീറോ മലബാർ സിനഡിൽ പിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഇത് പ്രദർശിപ്പിച്ചിരുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുന്ന ആ ദൈവവചനത്തിൻ്റെ ഒരു പുനർവായന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതിൻ്റെ മനോഹരമായ ഒരു ചലച്ചിത്ര ആവിഷ്കാരമാണ്. അത് നമ്മളെ പ്രത്യേകിച്ചും ഈ ജൂബിലി വർഷം നമ്മൾ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളെ ആ ദൈവിക യാഥാർത്ഥ്യത്തിലേക്ക് ഉയർത്താനായിട്ട് ഏറ്റവും ഉപയുക്തമായ ഒരു മാധ്യമമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഈ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച സംവിധായകൻ ജോഷിയുമെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. വലിയ ഒരു ആത്മീയ അനുഭവമായിട്ട് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ബാക്കിയുള്ള ഛായാഗ്രഹണവും അതുപോലെ തന്നെ സൗണ്ട് എഫക്റ്റും ഈ കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ ഒരു യുവജ തലമുറയൊക്കെ കൂടുതലായിട്ടൊക്കെ ഒരു ആശ്രയിക്കുന്ന രീതിയിലായിരുന്നു. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ദൈവവചന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ഒരിക്കൽ കൂടി മനുഷ്യാവതാര രഹസ്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ദൃശ്യ മാധ്യമത്തിലൂടെ അനുഭവിക്കുന്നു ആ ഒരു രീതിയിൽ. പിന്നെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു മേന്മയായിട്ട് എനിക്ക് കണ്ടത്, നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വചനഭാഗമാണ് ഉണ്ണീശോയെ ദേവാലയത്തിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതിനെ ഏതാണ്ട് 2 മണിക്കൂറുള്ള ആകാംക്ഷയുണർത്തുന്ന രീതിയിൽ 2 മണിക്കൂറുള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തു. അതിൽ ആ ഒരു സംഭവമായിട്ട് കൂട്ടിയിണക്കി ഈശോയുടെ ജനനം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തേക്ക് കൊണ്ടുവന്നു. അത് ഒരു കലാവിരുത് തന്നെയാണ്. തീർച്ചയായിട്ടും കലാപരമായ രീതിയിൽ അതിനൊരു മേന്മയുണ്ട്. അതെല്ലാം ഈ ചലച്ചിത്രത്തെ പ്രിയപ്പെട്ടതാക്കും എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.